ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കടൽ കാണാൻ പോവാണ്. കടലിനടുത്ത് എത്താറായപ്പോൾ കടകളിലൊക്കെ ഡ്രസ്സുകളും മറ്റ് വസ്തുക്കളുമൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. ദാ കാണുന്നതാണ് കടൽ. കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 16 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബീച്ചാണ് കോവളം. കോവളം ബീച്ചിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കടലിലെ കാഴ്ചകൾ കാണാം. എന്ത് മനോഹരമാണല്ലേ ഈ കാഴ്ച. ചെന്ന പാടെ വെള്ളത്തിലേക്ക് ഓടിയിറങ്ങി എല്ലാവരും. ഇവിടെ ബോട്ടിംഗ് നടക്കുകയാണ്. ചെരുപ്പെല്ലാം അഴിച്ചു വെച്ച് വീണ്ടും കടലിലേക്ക് ഇറങ്ങി. ഇത് ഇവിടെ ആൾക്കാർ കൊണ്ടുപോകാനായിട്ടുള്ള ബോട്ടാണ്. ഇതോരോ പാക്കേജ് ആയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ബോട്ടിൽ പോകാം. കക്കയൊക്കെ കല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് പാറയിൽ. ഇതാ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അത് മറ്റൊരു സൈഡാണ്. അവിടെ വേറെ ടിക്കറ്റ് എടുത്തിട്ട് കയറാം. അവിടെ ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം. അതെല്ലാവരും ഒന്ന് കാണണം. മനോഹരമാണ് അവിടെ നിന്ന് കാണുന്ന കാഴ്ച. അതിന് മുകളിലേക്ക് കയറിയിട്ട് നമ്മൾ നോക്കുമ്പോൾ കടൽ മുഴുവൻ കണ്ടതായിട്ട് നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. വലിയ വലിയ തിരകൾ വരുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സ് അവർ നമ്മളെ തിരികെ വിളിക്കുന്നുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ കയർ കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. ഇവിടെ അടുത്ത് ഒത്തിരി റിസോർട്ടുകളുണ്ട്. ഇവിടെ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. മോൾക്കിടയ്ക്കിടയ്ക്ക് ഓരോ ചിപ്പിയുടെ തോട്, ശംഖ്, ചെറിയ ശംഖൊക്കെ കിട്ടും. അതൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്. പല സൈഡുകളുണ്ട്. അതുകൊണ്ട് തിരക്കൊഴിഞ്ഞ സൈഡിലൊക്കെ പോയി നിൽക്കാം. ഈ കോവളം ബീച്ചിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം.
വെള്ളം വന്നു പോകുമ്പോൾ മണലൊരു ഡിസൈൻ പോലെ കാണുന്നുണ്ട്. ഇനി നമ്മൾ കടലിൽ നിന്ന് കയറി ഇനി കുഞ്ഞുങ്ങളെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് അടുത്തൊരു പാടുള്ള ജോലി. ഇത് ഞണ്ട് കുഴിച്ച കുഴിയാണ് കേട്ടോ. അതിനകത്തൊരു ഞണ്ടിരിപ്പുണ്ടായിരുന്നു. നമ്മൾ വേറൊരു സൈഡിലേക്ക് വന്നു. എന്ത് നല്ല കാഴ്ചകളാണല്ലേ. ഇവിടെ നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഒരുപാട് സമയം നമ്മളിവിടെ ചിലവഴിച്ചു. നമ്മൾ തിരികെ പോവാണ്. നല്ല കാഴ്ചകളായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.